ഈശോയുടെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരാണ് വചനഭാഗം. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഈശോയാണ് കൂടെ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ തക്കവിധം അവർക്ക് സാധിച്ചിരുന്നില്ല. ഈശോ അവരോട് കൂടുതൽ ചോദിക്കുമ്പോൾ അവർ ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി അവനോട് വിശദീകരിച്ചു. അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും പോലും അവർ സംസാരിച്ചു. എന്നാൽ ഈശോ അവരോട് തിരിച്ച് സംസാരിക്കുന്നത് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പകൽ അസ്തമിക്കാറായപ്പോഴേക്കും ശിഷ്യർ ഈശോയുടെ കൂടെ വസിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. ഈശോ അവരോട് താമസിക്കുന്നു. അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. അതുവരെ മൂടപ്പെട്ടിരുന്ന കണ്ണുകൾ അപ്പം മുറിക്കുന്നതിലൂടെ തുറന്നു കിട്ടുന്നതാണ് വചനഭാഗം. വിശുദ്ധ കുർബാനയ്ക്ക് 2 ഭാഗങ്ങളാണ്. അപ്പത്തിൻ്റെ ശുശ്രൂഷയും വചനത്തിൻ്റെ ശുശ്രൂഷയുമുണ്ട്. വചനവേദിയിൽ നമ്മൾ ആരംഭിക്കുന്ന വചനഭാഗം വചനം മുറിച്ച് പങ്കുവെക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് അപ്പത്തിൻ്റെ മേശയിൽ വിഭജന ശുശ്രൂഷയിലൂടെ തൻ്റെ തന്നെ ശരീരം ഈശോ വിഭജിച്ച് നൽകുന്നത്. ഈ 2 ഭാഗങ്ങളും ഈ തിരുവചന ഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുകൂടി അനുസ്മരിക്കാം. ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, അപ്പത്തിലൂടെ ഈശോയിലെ തിരിച്ചറിയാൻ കണ്ണുകൾ തുറക്കണമെങ്കിൽ വചനത്തെക്കുറിച്ചുള്ള ആഴമായ ജ്ഞാനത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ സർപ്പം ആദ്യ മാതാപിതാക്കളെ പ്രലോഭിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. 3-ാമത്തെ അധ്യായം 5-ാം തിരുവചനം, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. ഇവിടെ വിശുദ്ധ കുർബാന മുറിച്ച് നൽകിയ ഈശോയെ തിരിച്ചറിയാനായിട്ടുള്ള കണ്ണുകൾ അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന വിശുദ്ധ കുർബാനയാകുന്ന അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഈശോ നൽകിയിട്ടുള്ളതാണ്. തന്നെ പകുത്തു നൽകിയ ഈശോയെ തിരിച്ചറിയാൻ തക്ക വിധത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കണമെങ്കിൽ ദൈവവചനം നമ്മളെ സഹായിക്കേണ്ടതുണ്ട്. വചനത്തിലൂടെ വ്യക്തമാകുന്ന ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരണത്തിലൂടെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ ഒരു വലിയ യാത്ര, ജീവിതയാത്ര ഈശോയിലേക്കാകട്ടെ. ഈശോ നമ്മളെ സഹായിക്കട്ടെ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ മാത്രമല്ല, ഹൃദയവും തുറക്കപ്പെട്ടു, ഈശോയിലേക്ക് തുറക്കപ്പെട്ടു. നമ്മുടെ ഹൃദയങ്ങളും ഈശോയിലേക്ക് തുറക്കപ്പെടണം. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.